ലങ്കൻ മണ്ണിൽ ഇന്ത്യക്ക് ഇനി ഒരു അഗ്നിപരീക്ഷയാണ് ഗൗതം ഗംഭീറിനും. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഹോം സോയിലിൽ ഇന്ത്യക്ക് പൊളിയാക്കോട്ടകൾ ഏറെ ഉണ്ടായിരുന്നു. പരിശീലകർ മാറി മാറി വന്നു. വർഷങ്ങളോളം അവർ ആ കോട്ടകളെ ഒരു പോറൽ പോലും വീഴാതെ കാത്തു. പിന്നെയാണ് ഗൗതം ഗംഭീറിന്റെ എൻട്രി. പൊളിയാതെ കിടന്ന കോട്ടകളൊക്കെ ക്ഷണനേരം കൊണ്ട് തകർന്നു വീണു. 2 വൈറ്റ് വാഷുകൾ സ്വന്തം മണ്ണിൽ വഴങ്ങുന്ന ദുർഗതിയിലേക്ക് ഈ ടീമിനെ കൊണ്ടെത്തിച്ചു ഗംഭീർ. അജിത് അഗാർക്കറിനും ആ പാപക്കറയിൽ പങ്കുണ്ടായിരുന്നു. ഇക്കാലത്തൊക്കെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കുറിച്ച വലിയ വിജയങ്ങളുടെ മറവിൽ ഗംഭീർ രക്ഷപ്പെട്ടു പോന്നു. എന്നാൽ T20 ലോകകപ്പിന് ശേഷം ക്രിക്കറ്റിന്റെ ഒരു ഫോർമാറ്റിലും ഇന്ത്യക്ക് അത്ര നല്ല കാലമല്ല. ഇതിനോടകം തന്നെ ഒരു ഏകദിന പരമ്പരയും 2 T20 പരമ്പരകളും പരാജയപ്പെട്ട് കഴിഞ്ഞു. അടുത്ത വർഷം ഏകദിന ലോകകപ്പ് അരങ്ങേറാനിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ അതും കൈവിട്ടു പോകുന്ന മട്ടാണ്. പ്രതിഭകൾ പലരും പുറത്തിരിക്കുന്നു. ഗംഭീർ തന്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിലവിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. കളിച്ച 9 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ തോറ്റു. 4 എണ്ണത്തിൽ വിജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു. 48.15 ആണ് ഇന്ത്യയുടെ പോയിന്റ് പെർസെന്റേജ്. 1ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ കളിച്ച 8ൽ 7 മത്സരങ്ങളും ജയിച്ചു. 87 ഓസീസിന്റെ പോയിന്റ് പെർസെന്റേജ്. 2ാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയുടെ പോയിന്റ് ശതമാനം 75. 3ാം സ്ഥാനത്തുള്ള കിവീസിന് 72. 4ാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശിന് 58. ഇംഗ്ലീഷ് സീരീസിൽ നിന്നാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ആരംഭിച്ചത്. സമനിലയിൽ കലാശിച്ച പരമ്പരയിൽ 2 മത്സരങ്ങൾ തോറ്റു. 2 എണ്ണത്തിൽ വിജയിച്ചു. പിന്നീട് വിൻഡീസിനെതിരെ 2 മത്സരങ്ങൾ വിജയിച്ച് പരമ്പര നേടി. എന്നാൽ സൗത്ത് ആഫ്രിക്കയോട് സ്വന്തം മണ്ണിൽ അടപടലം വീണു. 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര പ്രോട്ടീസ് തൂത്തുവാരിയെടുത്തു. ഇതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം എന്ന ഇന്ത്യയുടെ ഏറെക്കാലത്തെ മോഹം പതിയെ മങ്ങിത്തുടങ്ങി. അതിൽ താരതമ്യേന ദുർബലർ എന്ന് വേണമെങ്കിൽ കരുതി ആശ്വസിക്കാവുന്നവർ ശ്രീലങ്ക മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പരമ്പരകൾ കിവീസിനും ഓസീസിനുമെതിരെയാണ്. 2 കൂട്ടരോടും ഇന്ത്യ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാമല്ലോ. ആ 2 സീരീസിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ഒരു ഹോം സീരീസും 2 എവേ സീരീസുകളുമാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. ഓസീസിനെ ജനുവരിയിൽ ഹോം സോയിലിൽ വെച്ചാണ് നേരിടാൻ പോകുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടിക്കറ്റ് എടുക്കാൻ ആ പരമ്പര ഇന്ത്യക്ക് ഏറെ നിർണായകമാണ്. അതിനു മുമ്പ് ആദ്യം ലങ്കയ്ക്കും കിവീസിനുമെതിരായ സീരീസുകൾ വിജയിക്കണം. അവസാന സൈക്കിളിൽ ഫൈനലിസ്റ്റുകളായി സൗത്ത് ആഫ്രിക്ക പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്തത് 69.44 പോയിന്റ് പെർസെന്റേജുമായാണ്. ഓസീസിന്റെ പോയിന്റ് ശതമാനം 67.54 ആയിരുന്നു. അവശേഷിക്കുന്ന 9 മത്സരങ്ങളിൽ 7 എണ്ണത്തിൽ വിജയിക്കുകയും 2 എണ്ണത്തിൽ തോൽക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ പോയിന്റ് പെർസെന്റേജ് 62.96 ആകും. 8 എണ്ണത്തിൽ വിജയിച്ച് 1 എണ്ണത്തിൽ പരാജയപ്പെട്ടാൽ 68.52% ഫിനിഷ് ചെയ്യാം. നിലവിലെ ഫോമിൽ 8 മത്സരങ്ങളിൽ ഇന്ത്യ ജയിക്കുമെന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കില്ല. അതേസമയം അത് അസാധ്യമല്ല താനും. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ലോക ക്രിക്കറ്റിലെ ജയന്റുകളായിട്ടും ഇന്ത്യക്ക് കിരീടമണിയാനായിട്ടില്ല. 2 തവണ ഫൈനലിലെത്തി. 2019-21 സൈക്കിളിൽ കലാശപ്പോരിൽ വീണത് കിവീസിന് മുന്നിലാണ്. 2021-23 സൈക്കിളിൽ വീണത് ഓസീസിന് മുന്നിൽ. ഇക്കുറി ഫൈനലിൽ പ്രവേശിക്കണമെങ്കിൽ അവശേഷിക്കുന്ന മുഴുവൻ മത്സരങ്ങളും നിർണായകമാണ്. ഓസ്ട്രേലിയയും കിവീസും ദക്ഷിണാഫ്രിക്കയും ആദ്യ 2 സ്പോട്ടിനായി ശക്തമായി മത്സരരംഗത്ത് തുടരുന്നു. ഗംഭീറിന്റെ തലക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും വീടാൻ പാകത്തിന് ഡെമോക്രസിന്റെ വാൾ പോലെ ബോർഡിന്റെ നടപടി തൂങ്ങിക്കിടപ്പുണ്ട്. ഗംഭീർ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങനെ വെട്ടൽ നടക്കുമോ എന്നത് മറ്റൊരു ചോദ്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ, ചേതേശ്വർ പൂജാര, ഏറ്റവും ഒടുവിൽ അജിങ്ക്യ രഹാനെ. ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പടിയിറക്കങ്ങൾ പലതും സംഭവിച്ച കാലമാണിത്. രോഗോ സഖ്യത്തിന്റെ പടിയിറക്കത്തിന് ശേഷം പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ തങ്ങൾ ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന ന്യായമാണ് ഗംഭീർ ആരാധകരോട് പറയാറുള്ളത്. ഏറ്റവും ഒടുവിൽ സൗത്ത് ആഫ്രിക്കെതിരെ വൈറ്റ് വാഷ് വഴങ്ങിയതിനു ശേഷവും ഗംഭീറിന് ഇതേ ന്യായമാണ് പറയാനുണ്ടായിരുന്നത്. സ്പിൻ കണി ഒരുക്കി ഹോം സോയിലിൽ എതിരാളികളെ ഇന്ത്യ കാത്തിരുന്നപ്പോൾ എതിരാളികൾ അതേ ഗ്രൗണ്ടുകളിൽ ഇന്ത്യക്ക് മറുകണി ഒരുക്കി. ഗൗതം ഗംഭീറിനേക്കാൾ വലിയ പ്ലാനുകളായിരുന്നു ഇന്ത്യൻ പിച്ചുകളിൽ എതിർ ടീം പരിശീലകർക്ക്. അതുവരെ ലോക ക്രിക്കറ്റിൽ ആരും കൊട്ടിഘോഷിക്കപ്പെടാത്ത സ്പിന്നർമാർ പലരും ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങുമ്പോൾ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്തു. എതിരാളികൾക്ക് സ്പിൻ കണി ഒരുക്കിയപ്പോൾ സ്പിന്നിനെ എങ്ങനെ നേരിടണം എന്ന് തന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ ഗംഭീർ മറന്നുപോയി. ഒപ്പം സകല ഡിപ്പാർട്ട്മെന്റുകളിലും അയാൾ എക്സ്പെരിമെന്റുകൾ തുടർന്നു. ബാറ്റിംഗ് ഓർഡറിൽ തങ്ങളുടെ സ്ലോട്ടുകളെ കുറിച്ച് പലർക്കും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടങ്ങളിലെ തന്നെ സ്പെഷ്യലിസ്റ്റുകളെ ഉപയോഗിക്കുന്നതിന് പകരം പലപ്പോഴും ഓൾറൗണ്ടർമാരിൽ ഗംഭീർ വല്ലാതെ വിശ്വാസം അർപ്പിക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ശ്രീലങ്കയ്ക്കെതിരെ വാഷിംഗ്ടൺ സുന്ദർ സ്ക്വാഡിലില്ല. പരിക്കേറ്റ വാഷി 2ാം ടെസ്റ്റിൽ മടങ്ങിയെത്തുമോ എന്ന കാര്യം സംശയമാണ്.
കിവീസും പ്രോട്ടീസും ഇന്ത്യയെ അവർ കുടിച്ച കുടികൾ തന്നെയാണ് കറക്കി വീഴ്ത്തിയത്. ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റ് സീരീസിന് ഒരുങ്ങുമ്പോഴും ഇന്ത്യയെ ആശങ്കിക്കുന്നത് ഈ കെണി തന്നെയാണ്. സ്പിന്നിനെ അകമടിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചുകളാണ് ലങ്കയിലേത്. ട്രാൻസിഷൻ പീരീഡിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സ്പിൻ കണി തന്നെയാണ്. ക്വാളിറ്റി സ്പിന്നിനെ നേരിടാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുതലമുറ വല്ലാതെ പണിപ്പെടുന്നത് സമീപകാലത്ത് പല നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ശ്രീലങ്ക ശരിക്കും ഒരു പരിശീലന കളരിയാണ് ഇന്ത്യക്ക്. ഗാലയിലും കൊളംബോയിലും അച്ചടക്കത്തോടെ പന്തെറിയുന്ന ശ്രീലങ്കൻ സ്പിന്നർമാരെ നേരിടുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന് ഫുട് വർക്ക് മെച്ചപ്പെടുത്താനും എപ്പോൾ സ്വീപ്പ് ഷോട്ട് കളിക്കണം എന്ന് തീരുമാനിക്കാനും ക്ഷമയോടെ ബാറ്റ് ചെയ്യാനുമൊക്കെ സഹായിക്കും. അടുത്ത ജനുവരിയിൽ ഓസ്ട്രേലിയ ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് ഈ പരമ്പര ഇന്ത്യയുടെ ബാറ്റർമാർക്ക് വലിയൊരു പരിശീലനവും തയ്യാറെടുപ്പുമാകും. ശ്രീലങ്കൻ സ്പിന്നർമാരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിഞ്ഞാൽ പിന്നീട് ഓസ്ട്രേലിയ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ അത് ആത്മബലം നൽകും. ഋഷഭ് പന്തിനെ സംബന്ധിച്ച് ഈ സീരീസ് ഏറെ നിർണായകമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്തിന്റെ ഐഡന്റിറ്റി ഫിയർലെസ് ആയ ഒരു അറ്റാക്കിംഗ് സമീപനമാണ്. എന്നാൽ സമീപകാലത്തായി ഈ അപ്രോച്ച് ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നിർണായക മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെടുമ്പോഴൊക്കെ പന്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിൽ താരം നിറം മങ്ങി. ഹൈറിസ്ക് ഗെയിം കളിക്കുന്നത് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തി. അത് നിയന്ത്രിക്കാൻ നടത്തിയ ശ്രമം തന്റെ സ്വാഭാവിക ഗെയിമിൽ നിന്ന് അയാളെ പിന്നോട്ടടിപ്പിച്ചു. പല പരമ്പരകളിലും പന്തിന്റെ ഹൈറിസ്ക് ഗെയിം ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നത് നേര് തന്നെ. എന്നാൽ ആ ശൈലി തുടരുമ്പോൾ തന്നെ കുറച്ചുകൂടി സാഹചര്യങ്ങൾക്കനുസരിച്ച് കരുതലോടെ കളിക്കാൻ താരത്തിന് കഴിയണം. T20 ഫോർമാറ്റിലും നിലവിൽ ഈ ക്രൈസിസ് പന്ത് നേരിടുന്നുണ്ട്. സോ ഋഷഭ് പന്ത് റിഥം വീണ്ടെടുക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യതയായിരിക്കും. ജസ്പ്രീത് ബുംറ ഇല്ലാത്ത ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മുഹമ്മദ് സിറാജാണ് നയിക്കുന്നത്. ആദ്യ മത്സരത്തിൽ 3 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരുമായാണ് കളത്തിലിറങ്ങാൻ പോകുന്നത് എന്ന് മോണി മോർക്കൽ സൂചന നൽകി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കുൽദീപ് യാദവും ജഡേജയും മാനവ് സുതറും 11-ലുണ്ടാകും. ഏതായാലും ശ്രീലങ്കൻ സീരീസ് ഇന്ത്യക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. തോറ്റാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമാകും. ഗംഭീർ കഠിനമായി ഒരുങ്ങുന്നു ടീം ഇന്ത്യയും.